ഞാനിപ്പോൾ ജേർണലിസമൊക്കെ നേരത്തെ പഠിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഒരു കാര്യം ചെയ്യുന്നത്, കഴിഞ്ഞ കുറച്ചു കാലമായി 2 ഡിജിറ്റൽ ചാനൽ നടത്തുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ആകെ ക്ലാസ്സുകളും സെമിനാറുകളും പത്രങ്ങളിലും ലേഖനങ്ങളിലൊക്കെ എഴുത്തും പിന്നെ പുസ്തകങ്ങൾ എഴുത്തും അങ്ങനെ വേറൊരു രീതിയിലാണ് സമൂഹത്തോട് സംവേദിച്ചുകൊണ്ടിരുന്നത്. എന്നും എങ്ങനെയെങ്കിലും സമൂഹത്തോട് സംവേദനം നടത്തണം എന്ന് വിചാരിക്കുന്ന എനിക്ക് കിട്ടുന്ന അറിവ്, നേടുന്ന അറിവ് സമൂഹത്തിന് കൊടുത്ത് അവസാനത്തെ ശ്വാസത്തിലും അവസാനത്തെ അറിവും നേടി ആ അവസാനത്തെ അറിവും സമൂഹത്തിന് കൊടുത്തിട്ട് പോയാൽ അത്രയും നന്ന് എന്ന് വിശ്വസിക്കുന്ന വ്യക്തികളിൽ പെടുന്ന ഒരാളാണ്. എൻ്റെ ചിന്ത അതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ച് 2 ചാനൽ തുടങ്ങി. അത് 2 ചാനലും ഒന്ന് കുറച്ചധികം വ്യൂവേഴ്സൊക്കെ ആയി, ഒന്ന് മറ്റൊന്നായി, അതും പോകുന്നു. അപ്പം ഞാൻ ഈ ചാനലിൻ്റെ കഥ പറഞ്ഞത് എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് കേരളത്തെ വിലയിരുത്താനാണ്. അങ്ങനെയാണല്ലോ അങ്ങനെ പറയുമ്പോൾ അതിനൊരു സത്യസന്ധത ഉണ്ടാവും. അല്ലാതെ കാണാത്ത കാര്യം അനുഭവിക്കാത്ത കാര്യം പറയുമ്പോൾ അതിന് വേറൊരു തലമായി പോകും. എൻ്റെ അനുഭവങ്ങളിലെ കേരളം ഞാൻ പറയട്ടെ. 100 കണക്കിന് വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്. എല്ലാ ഡിജിറ്റൽ ചാനലുകളും ചെയ്യാറുണ്ട്. എല്ലാ സാറ്റലൈറ്റ് ചാനലുകളും 100 കണക്കിന് സ്റ്റോറികൾ ചെയ്യാറുണ്ട്. ചരിത്രം, സംസ്കാരം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ, സാമൂഹ്യം, പരിസ്ഥിതി തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് മലയാളി. പക്ഷേ വളരെ നെഗറ്റീവാണ് നമ്മുടെ സമൂഹം. എന്താണ് ഇത്ര നെഗറ്റീവാവുന്നത്? നെഗറ്റീവായ തമ്പിട്ടാൽ എടാ പിണറായി വിജയ എന്ന് വിളിച്ചാൽ അത് കാണാൻ ആയിരങ്ങൾ. എടാ നരേന്ദ്രമോദി നരഭോജി, നരേന്ദ്രമോദി ഒരു ഫാസിസ്റ്റ്, നരേന്ദ്രമോദി കൊള്ളക്കാരൻ എന്ന് ഇന്ത്യയിൽ എവിടെ പട്ടി ചത്താലും, അല്ലെങ്കിൽ എവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ മോഷ്ടിച്ചാലും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്റ്റേറ്റിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടായാൽ, അത് BJPയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് ആണെങ്കിൽ ഉടൻ നരേന്ദ്രമോദി രാജിവെക്കുക എന്ന ടൈറ്റിലോടുകൂടി നമ്മൾ ടാഗ് അടിച്ചാൽ അത് കാണാൻ ആയിരങ്ങൾ. മുല്ലപ്പെരിയാർ ഡാം പൊട്ടും എന്ന് അടിച്ചാൽ അതിന് വലിയ വൈറലാണ്. ഒരു അഡ്വക്കേറ്റ് കണ്ടല്ലോ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, അദ്ദേഹം മുല്ലപ്പെരിയാർ ഡാം പൊട്ടും എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തത് ലക്ഷങ്ങളാണ് കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള രാഷ്ട്രീയ നേതാക്കൾ അവരൊക്കെ ചെയ്ത തെറ്റുകളെയോ ശരികളെയോ ന്യായീകരിക്കൽ എൻ്റെ ജോലിയല്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ട തന്നെയാണ്. പക്ഷെ അത്തരം മസാല വീഡിയോകൾക്ക്, സരിതയുടെ വീഡിയോയ്ക്ക്, ഗണേഷിൻ്റെ വീഡിയോയ്ക്ക്, വളരെ നെഗറ്റീവായിട്ടുള്ള വാർത്തകൾക്ക് വലിയ സ്പേസാണ് നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കുന്നത്, പത്രങ്ങൾ കൊടുക്കുന്നത്. വളരെ നെഗറ്റീവാണ്. ശബരിമല വിശ്വാസയാത്രയിൽ എല്ലാ മാസവും ഗുരുവായൂർ പോകുന്ന മുരളീധരൻ അത് മുടക്കണ്ട എന്ന് വിചാരിച്ച് ഗുരുവായൂരിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ അത് വലിയ വിവാദമായി. മുരളീധരൻ എത്തിയപ്പോഴോ അതും വിവാദം. ഒത്തുതീർപ്പായി, ചർച്ചയായി, വേണ്ട ബഹളമായി. എല്ലാ ചാനലുകളും ഇങ്ങനെയാണ്. ഹിജാബ് വിഷയം വന്നു. ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. കേരളത്തിൽ എത്രയോ തവണ ഇതുപോലത്തെ വിഷയങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അതിനെ കുത്തിത്തിരിച്ച് എങ്ങനെയാണ് ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി എടുക്കാൻ മാറ്റുക എന്ന് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നു, മതസംഘടനകൾ ശ്രമിക്കുന്നു, വർഗീയമായ ഒരു സമൂഹത്തെ എങ്ങനെ ചിന്തിപ്പിക്കാമെന്ന് ആലോചിക്കുന്നു. നേരത്തെയും ഇവിടെ മതമുണ്ട്, ജാതിയുണ്ട്, രാഷ്ട്രീയത്തിൽ ഇടപെട്ടിരുന്നു. പക്ഷേ പച്ചയ്ക്ക് വന്ന് മതനേതാക്കൾ, സംഘടനാ നേതാക്കൾ പൊളിറ്റിക്കൽ പാർട്ടികളെ സ്വാധീനിക്കുകയും പറയുകയും ചെയ്യുന്ന കാലം ഇല്ലായിരുന്നു. അതും നെഗറ്റീവായി ചിന്തിക്കുന്നു. അപ്പം നെഗറ്റീവായ വാർത്തകൾ, വളരെ നെഗറ്റീവായ ചിന്തകൾ സോഷ്യൽ മീഡിയ തുറന്നാൽ അച്ഛനെ പറയുക, തന്തയെ ജി സുധാകരൻ പറയുന്ന രാഷ്ട്രീയം തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. അയാളുടെ അച്ഛനെ പറയുന്നത് എന്തിനാണ്? അയാളുടെ അനുജൻ രക്തസാക്ഷിയായി, അയാളെ പറയുന്നത് എന്തിനാണ്? ജി സുധാകരൻ്റെ കുടുംബത്തെ പറഞ്ഞാലും പിന്നെ ജി സുധാകരൻ്റെ കുടുംബത്തെ എന്തിനാണ് പറയുന്നത്? ജി സുധാകരൻ്റെ ഭാര്യ എന്തിനാണ് പറയുന്നത്? അവർ രാഷ്ട്രീയക്കാരിയല്ലല്ലോ. മക്കളെ എന്തിനാണ് പറയുന്നത്? അവർ എന്ത് തെറ്റ് ചെയ്തു? ഈ അച്ഛൻ്റെ മകനായി ജനിച്ചതോ ഈ സുധാകരൻ്റെ ഭാര്യയായി വന്നതാണോ ആ സ്ത്രീ ചെയ്ത തെറ്റ്? എം എൻ കാരശ്ശേരി കുറച്ച് കാര്യങ്ങൾ പറയുന്ന ആളാണ്, സത്യസന്ധമായി. അദ്ദേഹം ഫ്ലൈറ്റിൽ കയറി, CR നീലകണ്ഠൻ ഐസ്ക്രീം കുടിച്ചു, CR നീലകണ്ഠൻ ജീൻസ് ഇട്ടു. ഇങ്ങനെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലേക്ക് അടക്കം കയറി യാതൊരു തത്വദീക്ഷയുമില്ലാതെ നെഗറ്റീവായ വാർത്തകൾ അടിച്ച് അതിന് വലിയ റീച്ചുണ്ടാക്കി. അതായിരങ്ങൾ കാണുന്നു, ലക്ഷങ്ങൾ കാണുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ധാരാളം ഡിജിറ്റൽ ചാനലുകളിൽ പോകുന്നതാണ്. അകത്തൊരു കാര്യം പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, തമ്പ് വളരെ നെഗറ്റീവായിരിക്കണം, അപ്പോഴാണ് അകത്തോട്ട് കയറുന്നത്. തുടക്കത്തിൽ കുറേ നെഗറ്റീവ് കൂടെ പറഞ്ഞു പോയാൽ ആ വീഡിയോയ്ക്ക് വലിയ റീച്ച് കിട്ടും.
അങ്ങനെ റീച്ച് കിട്ടുന്ന വീഡിയോയ്ക്ക് വരുമാനവും കിട്ടുമല്ലോ. അപ്പോൾ ആളുകൾ എങ്ങോട്ടാണ് പോകുന്നത്? ഒരു അധമ മാധ്യമ പ്രവർത്തനത്തിലേക്കാണ് മാധ്യമങ്ങളും നിൽക്കുന്നത്. മോശപ്പെട്ട വാർത്തകൾക്ക് ഒരു പേജിൽ ഒരു വരിയിൽ തീർക്കേണ്ട വാർത്ത 2 വരിയിൽ കൊടുക്കേണ്ട വാർത്ത 2 പേജിലേക്കും 3 പേജിലേക്കും ഒക്കെ പോകുന്ന രീതിയിൽ അധമ വാർത്തകൾ, മസാല വാർത്തകൾ കേരളത്തിലെ പത്രലോകത്ത് നമുക്ക് കാണാം. അപ്പോൾ മുഴുവൻ ഒരു നെഗറ്റീവാണ് കേരളം. പോസിറ്റീവായി ചിന്തിക്കുന്നതല്ല. സുന്ദരിയായ പെൺകുട്ടി വന്നാൽ അവരുടെ സൗന്ദര്യം കണ്ട് അവരെ അനുമോദിക്കുന്നതിന് പകരം പൊട്ട് മോശമാണെന്ന് പറയുന്ന, അല്ലെങ്കിൽ സാരി മോശമാണെന്ന് പറയുന്ന, എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. സദ്യ കഴിച്ചാൽ സദ്യ എല്ലാം കൊള്ളാം, സാമ്പാറിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ മലയാളിക്ക് എന്തോ കുഴപ്പമുണ്ടെന്നുള്ളൊരു നെഗറ്റീവ് തോട്ടുണ്ട് മലയാളിക്ക്. എല്ലാവരും നെഗറ്റീവാണെന്ന് പറയാനല്ല ഈ വീഡിയോ ചെയ്തത്. പക്ഷേ പോസിറ്റീവായി ചിന്തിച്ചാൽ എന്തെല്ലാം കാര്യം. ലോകത്തിലെ ഏറ്റവും നല്ല കാലാവസ്ഥയുണ്ടായിരുന്നൊരു നാട് ഇപ്പോൾ കുറച്ച് മാറ്റം വന്നു, ശരിയാണ്. നല്ലൊരു ജനത, ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടന്ന നാട്, ഒരുപാട് സാമൂഹ്യ നവോത്ഥാന കാര്യങ്ങൾ നടന്ന നാട്, ഒരുപാട് പേർക്ക് ജന്മം കൊടുത്ത നാട്. ആദിശങ്കരൻ മുതൽ ഇങ്ങോട്ട് എടുത്തോളൂ, ഗുരുദേവൻ, അയ്യങ്കാളി, അയ്യാഗുരു, ചട്ടമ്പിസ്വാമികൾ, വൈകുണ്ഠസ്വാമി തുടങ്ങി നിരവധി മഹാരഥന്മാർക്ക്, പിന്നെ പൊയ്കലപ്പച്ചൻ തുടങ്ങിയ പിന്നെ വലിയ രാഷ്ട്രീയ നേതാക്കൾ, സാമൂഹ്യ നേതാക്കൾ, പിന്നെ വളരെ സാഹിത്യകാരന്മാർ, കവിത്രയങ്ങൾ, എത്ര കവിത്രയങ്ങൾ, എത്രയെത്ര സാഹിത്യ സംവിധാനങ്ങൾ, പിന്നെ എത്രയെത്ര പുരോഗമന പ്രസ്ഥാനങ്ങൾ, പുരോഗമന സംഘടനകൾ ഒക്കെ ഉണ്ടായ മണ്ണാണിത്. അവിടെയാണ് പോസിറ്റീവായി ചിന്തിക്കാതെ, കഴിവുകളെ അംഗീകരിക്കാതെ, അപ്പുറത്തുള്ള ആളിൻ്റെ വിശേഷങ്ങൾ, നന്നായി സദ്യ എനിക്ക് കിട്ടുമ്പോഴും അപ്പുറത്തെ ഇലയിൽ എന്തിരിക്കുന്നു എന്ന് നോക്കുന്നതിനൊരു കൗതുകം കാണുന്ന സമൂഹമായി നമ്മൾ മാറിയോ എന്നൊരു ചർച്ച. മാറി എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ എന്നാൽ അവർ ചിന്തിക്കില്ല. അവർ വേറെ ജാതിയും മതവും ഒന്നും ചിന്തിക്കുന്നില്ല എന്ന് പറയുമ്പോഴും പുതിയ പിന്നെ ജനറേഷനിൽപ്പെട്ടൊരു കുട്ടിയാണ് ഹിജാബിൻ്റെ പേരിൽ വീട്ടിൽ ബഹളമുണ്ടാക്കുന്നത്. അല്ലെങ്കിൽ പറയണം, ബാപ്പ ആ സ്കൂളിൽ ഇങ്ങനെ ഒരു നിയമം ഉള്ളത് കൊണ്ട് ഞാൻ ആ സ്കൂളിൽ തന്നെ എനിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ സ്കൂളിൻ്റെ നിയമം ഞാൻ പാലിക്കാം എന്നല്ല പറയുന്നത്. ഇന്നലെ ആരോ ഏതോ ചാനലിൽ ചോദിച്ച പോലെ ഹിന്ദു കുട്ടികൾക്ക് ഇനി നാളെ കാവ്യവസ്ത്രം ഉടുത്തുകൊണ്ടാണ് പിന്നെ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞാൽ അവർ കാവ്യവസ്ത്രം ഉപയോഗിച്ചും, ക്രിസ്ത്യാനികളെല്ലാം ശിരോവസ്ത്രം ഉപയോഗിച്ചും, അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് ജീൻസ് ഇടണം, അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് വന്നാൽ എങ്ങനെയാണ് യൂണിഫോമിറ്റി ഉണ്ടാവുക? യൂണിഫോം വന്നത് തന്നെ ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ? ആ തത്വങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്ന, ഇഷ്ടം പോലെ ചെയ്യുവാനും ആരെയും തെറി പറയുവാനും എന്തും പറയുവാനുമുള്ള സ്വാതന്ത്ര്യമെന്നും യുക്തിവാദമെന്നും മുക്തിവാദമെന്നും എന്തിൻ്റെ പേരിലായാലും എല്ലാവരെയും തെറി പറയാനുള്ള, അത് സൃഷ്ടിച്ച അമ്മയെ തന്നെ തെറി പറയുന്ന, ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ കൊള്ളാം, പക്ഷേ സ്വന്തം അമ്മയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കുന്ന രീതിയിൽ, അതായത് മറ്റുള്ളവർക്ക് വട്ടുപിടിപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ തുള്ളിക്കാനുള്ള ഒരു കഴിവുണ്ടായാൽ സ്വന്തം അമ്മയെ തുള്ളിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുന്നു. എന്തമ്മ, എന്തിനാണ് എന്നെ സൃഷ്ടിച്ചതെന്ന് മക്കൾ അമ്മയോട് ചോദിച്ച് കേസിൽപ്പെടുന്നൊരു നാടാണിവിടെ. മക്കളും അമ്മയും തമ്മിൽ വലിയ രീതിയിൽ മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് പോവുകയും അതിൽ നിന്ന് കാശുണ്ടാക്കുകയും ചെയ്യുന്ന മുതിർന്ന ആളുകൾ കൊച്ചുകുട്ടികളെ പീഡിപ്പിക്കുന്ന, അതിന് യാതൊരു ബന്ധങ്ങളുമില്ലാതെ മാമൻ, അപ്പുപ്പൻ, അമ്മാവൻ, കൊച്ചച്ഛൻ, വലിയച്ഛൻ ഇങ്ങനെ തുടങ്ങിയ ആളുകളാണ് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന പോക്സോ കേസുകൾ. അങ്ങനെ കേരള സമൂഹത്തിൽ ഈ നെഗറ്റീവ് കാര്യങ്ങൾ കൂടി ആരും ചർച്ച ചെയ്യും. കേരളം നെഗറ്റീവാണെന്ന് പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ സമ്പൂർണ്ണ സാക്ഷരത നേടിയിട്ടുണ്ട് നമ്മൾ. ഇവിടെ ഒരുപാട് പരിഷ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. വികസനത്തിൻ്റെ തേരോട്ടമാണ് ഇവിടെ. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുപാടുണ്ടായി. ഒരു വിമാനത്താവളത്തിൽ നിന്ന് ഒരുപാട് വിമാനത്താവളം ഉണ്ടായി, ഒരുപാട് റോഡുണ്ടായി, ദേശീയ ഹൈവേകളുണ്ടായി, കെട്ടിടങ്ങളുണ്ടായി, പഞ്ചായത്ത് രാജ് വന്നു, എല്ലാ നന്മകളും വന്നു. NRHM വന്നു, ആശാ വർക്കേഴ്സ് വന്നു, അംഗനവാടികൾ വന്നു, സാർവത്രിക വിദ്യാഭ്യാസം വന്നു, എല്ലാ നന്മകളുമുള്ള നാടായി. പക്ഷേ ഈ തിന്മകൾ ആര് ചർച്ച ചെയ്യും? ഇതുകൂടിയല്ലേ കേരളം? ഈ നെഗറ്റീവ്സം ചർച്ച ചെയ്യാതെ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയില്ല? മോട്ടിവേഷനെ കുറിച്ച്, നന്മയെക്കുറിച്ച്, നാളെ എങ്ങനെയാണ് നന്മയെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ടുപോയി നാളെ എങ്ങനെ നല്ലതാകാം എന്നുള്ളൊരു കാര്യം കണ്ടാൽ അതിനെ പ്രോത്സാഹിപ്പിക്കാതെ, അത് 10 ആളുകൾക്ക് പകർന്നു കൊടുക്കാതെ, അത് 10 പേർക്ക് ഫോർവേഡ് ചെയ്യാതെ, നെഗറ്റീവ് കാര്യങ്ങൾക്ക് ലക്ഷക്കണക്കിന് ആളുകളുടെ വ്യൂവേഴ്സ് കിട്ടുന്ന ഒരു നാട്ടിലാണ് ഇത് ഇരിക്കുന്നത്. ഞാൻ വളരെ ഉത്തരവാദിത്വത്തോട് പറയട്ടെ, ഒരു ദിവസം ഞങ്ങൾ പല വീഡിയോസ് ചെയ്യാറുണ്ട്. ആ വീഡിയോകളിൽ ചിലത് വളരെ സാത്വികമായി മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ആരും കാണുന്നില്ല, വളരെ കുറച്ച് പേർ. അതേസമയം അന്യനെ തെറി പറയുന്ന, പ്രത്യേകിച്ച് ഭരണകൂടങ്ങളെയൊക്കെ തെറി പറയുന്ന വീഡിയോ ആണെങ്കിൽ
വലിയ റീച്ചാണ്. എന്താണ് ഈ കേരള സമൂഹത്തിന് സംഭവിച്ചതെന്ന് മലയാളി തന്നെ വിലയിരുത്തട്ടെ. ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം.